ഹായ് ഗൈസ്, അങ്ങനെ ചാർമിനാർ വ്ളോഗിന് ശേഷം ഞങ്ങൾ ചാർമിനാർ ഷോപ്പിംഗ് വ്ളോഗായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കറാച്ചി ബേക്കറിയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ചു. അത് കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതും കുറച്ചെൻ്റെ ബാഗിലുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കയറി മെട്രോ പിടിച്ച് നമ്മൾ ചാർമിനാർ പോകാൻ പോവാം. Kind attention. Now, the last train on Monday to Friday departs from all terminals at 11:45 p.m. And on Saturday, Sunday. Look guys, വെള്ളപ്പൊക്കം. ആ ടവറിന് ചുറ്റിനും വേസ്റ്റ് അടങ്ങിയതാണോ? തുണി വിരിച്ചിട്ടോ? തുണി വിരിച്ചിട്ട പോലെ ഇപ്പോൾ ഈ ചാർമിനാർ ഷോപ്പിംഗ് നടത്താനുള്ള മെയിൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഹൈദരാബാദിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ റിലേറ്റീവ്സിനും അവരുടെ മക്കൾക്കൊക്കെ ചെറിയതായിട്ട് ഗിഫ്റ്റുകൾ മേടിക്കാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കണം. ചാർമിനാറിൻ്റെ അവിടെ എത്താറാവുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, രണ്ട് സൈഡിലും ഫുള്ള് സ്ട്രീറ്റുകളും ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യണം, വ്ളോഗ് എടുക്കണം, അതായിരുന്നു ടാസ്ക്. നമ്മൾ സത്യത്തിൽ കുറേ ഷോപ്പിംഗ് ചെയ്തു, കുറേ കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ അതിലങ്ങോട്ട് മുഴുകിപ്പോകും. അങ്ങനെ ആദ്യം തന്നെ കയറിയത് സംസം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസിലാണ്. ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ചുരിദാർ മെറ്റീരിയൽ മേടിക്കാനായിട്ടാണ് കയറിയത്. ചാർമിനാർ മാർക്കറ്റിൽ ഇറങ്ങിയ കുറേ കടകളുണ്ട്. ആദ്യം തന്നെ നമ്മൾ കടകളിൽ പോയി അവിടുത്തെ കളക്ഷനും റേറ്റും നോക്കിയിട്ട് വേണം ഏത് കടയിൽ നിന്ന് ഏതെടുക്കണമെന്ന് തീരുമാനിക്കുക. പിന്നെ ഞങ്ങൾക്ക് അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം കണ്ട കടയിൽ കയറി അവിടുത്തെ കളക്ഷൻസ് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിടിച്ചിരിക്കുന്ന നീല ചുരിദാർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചാർമിനാർ എന്നല്ല, ഏത് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും എന്നുള്ളൊരു ധാരണ വെച്ച് പോവുകയാണെങ്കിൽ, ഏതൊക്കെ റേറ്റിന് നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ള ധാരണയിൽ പോവുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല. ഈ കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ആകെ ഡ്രസ്സിൻ്റെ കാര്യം മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ മുന്നേ വന്നപ്പോഴും വിലകളൊക്കെ ചോദിച്ചും എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും എന്നുള്ളതും ധാരണയുണ്ട്. അപ്പോൾ ആദ്യം ഡ്രസ്സൊക്കെ എടുത്തു, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ വഴിയേ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല ചീപ്പായിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇങ്ങനെ കാണുന്ന ജ്വല്ലറീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ കല്യാണം ഷോപ്പിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഒരു ഫുൾ ഫാമിലിക്ക് നമുക്ക് നല്ല ബഡ്ജറ്റിൽ തന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ചാർമിനാറിലോട്ട് 4 സൈഡിൽ നിന്നും എൻട്രി ഉണ്ട്. ഈ 4 സൈഡിലും മാർക്കറ്റുകൾ ഇങ്ങനെ കിടക്കാണ്. നമ്മളിപ്പോൾ കുറേ വട്ടമായിട്ട് ചാർമിനാർ വരുന്നുണ്ടെങ്കിലും ഈ 4 ഭാഗത്തേക്കും നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം അത്ര വലിയ മാർക്കറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ജ്വല്ലറികളായാലും ഡ്രസ്സായാലും ചെരുപ്പായാലും വീട്ടിലേക്ക് വേണ്ട ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനും നന്നായിട്ട് അറിയെങ്കിൽ നല്ല വില കുറവിന് ഇവിടെ സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ഷോപ്പിങ്ങിന്. വീക്കെൻഡും ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ വീക്കെൻഡ് അല്ലാത്ത ടൈമിൽ നല്ല തിരക്ക് കുറവും ഉണ്ടാവും ഇവിടെ. ഇനിയിപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് ക്ഷീണിച്ചാലും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിങ്ക്സ് ഉണ്ട്, ചായ ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ എന്തും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് ക്ഷീണിച്ചു. മാങ്ങ ഉപ്പും മുളകിട്ടത് മേടിച്ചു കഴിച്ചു. അത് 30 രൂപയ്ക്ക് 6 പീസ് അങ്ങനെ എന്തായിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞ് സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അതും മേടിച്ചു കഴിച്ചു. ഷോപ്പിംഗ് കണ്ട് ഗൈസ് ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഓട്ടോ ചേട്ടൻ ഞങ്ങൾ പോസ്റ്റ് ആക്കിയേക്കാണ്, ഷെയർ ഓട്ടോ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ മെയിനായിട്ട്. എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ചുരിദാർ മെറ്റീരിയൽ മേടിച്ചു. പിന്നെ കസിൻസിനും അവരുടെ മക്കൾക്കും ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് മേടിച്ചതാണ് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഹൈദരാബാദിൻ്റെ. ഇത്ര കാഡംബരത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും കറക്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.